രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 39-40 ദശകങ്ങൾ നോക്കാം. ആദ്യം 39-ാമത്തെ ദശകം, യോഗമായ പ്രാദുർഭാവവും കൃഷ്ണ ജന്മോത്സവവും. ഒന്നാമത്തെ ശ്ലോകം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലപരാം കളിന്ദാത്മജാം അഹോ സലിലസഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗക ഇവ തക്ഷണാത് പ്രപദമേയതാമായയൗ. പദമുറിച്ച് പറയാം. ഭവന്തം അയം ഉദ്വഹൻ യദുകുലോദ്വഹോ യദുകുല ഉദ്വഹ നിസ്സരൻ ദദർശ ഗഗന ഉജ്ജലത് ജലഭരാം കളിന്ദ ആത്മജാം അഹോ സലിലസഞ്ജയഃ സ പുനഃ ഐന്ദ്രജാല ഉദിതഃ ജലൗഘ ഇവ തക്ഷണാത് പ്രപദമേയതാം ആയയൗ. അയം യദുകുല ഉദ്വഹ. യദുകുല ഉദ്വഹൻ, യദുകുലത്തെ നിലനിർത്തുന്നവൻ. അയം യദുകുല ഉദ്വഹ, യദുകുലത്തെ നിലനിർത്തുന്ന ഈ വാസുദേവൻ. ഭവന്തം ഉദ്വഹൻ, അങ്ങയെ കയ്യിലെടുത്തുകൊണ്ട് നിസ്സരൻ നിർഗമിച്ചിട്ട് പുറത്തേക്കിറങ്ങിയിട്ട് കളിന്ദാത്മജാം, കളിന്ദ പർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന നദി, കാളിന്തി നദി. കളിന്ദാത്മജ, കാളിന്തി നദി. ഗഗനം ഉജ്ജലത്, ആകാശമുട്ടെ ഉജ്ജലിക്കുന്ന എന്ന് പറഞ്ഞാൽ പൊങ്ങിപ്പോകുന്ന, ഉജ്ജലത് ഉജ്ജലിക്കുന്ന, പൊങ്ങിപ്പോകുന്ന, ഉയർന്നു പൊങ്ങുന്ന ജലത്തോടു കൂടിയത്. ഗഗനോജ്ജലത് ജലഭരാം ദദർശ, കരകവിഞ്ഞൊഴുകുന്ന കാളിന്തിയെ കണ്ടു. സഹ സലിലസഞ്ജയ പുനഃ, ആ പെരുവെള്ളമാകട്ടെ ഐന്ദ്രജാലോദിത ജലൗക ഇവ, ഇന്ദ്രജാല വിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം പോലെ തക്ഷണാത് പെട്ടെന്ന് തന്നെ പ്രപദമേയതാം, കാലിൻ്റെ അടി നനയത്തക്ക വിധത്തിൽ ആയയോ ആയിത്തീർന്നു. അഹോ അത്ഭുതം. ഇപ്പം ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ് ഭഗവാന്, ആ വസുദേവര് അങ്ങയെയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിയ സമയത്ത് ആ വസുദേവർ കാണുന്നത് ആകാശം മുട്ടെ ഉയർന്നു പൊങ്ങി അങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന കാളിന്തി നദിയെയാണ്. ആ വസുദേവര് ആ പുറത്തിറങ്ങിയിട്ട് ഒന്ന് നോക്കിയപ്പോഴേക്കും, ആ കാളിന്തി നദിയെ ഒന്ന് നോക്കിയപ്പോഴേക്കും ആ പെരുവെള്ളം ഒരു ജാലവിദ്യയായിരുന്നുവോ, അല്ലെങ്കിൽ അതൊരു തോന്നൽ മാത്രമായിരുന്നുവോ? ആ കാളിന്തി നദി, ആ നദി എന്നത് ഒരു തോന്നൽ മാത്രമായിരുന്നുവോ എന്ന് തോന്നും വിധത്തിൽ പെട്ടെന്ന് തന്നെ പെരുവെള്ളത്തിൻ്റെ സ്ഥാനത്ത് ആ നദിയിലെ ജലം കാലിൻ്റെ അടി നനയാൻ മാത്രമുള്ള അളവിൽ ആയിത്തീർന്നു എന്നാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുതത്പാലികാമഭാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാദ്വഹൻ കപടകന്യകാം സുപുരമാഗതോ വേഗത. പദമുറിച്ച് പറയാം. പ്രസുപ്ത പശുപാലികാം നിഭൃതം ആരുതത് ബാലികാം അഭാവൃത കവാടികാം പശുപവാടികാം ആവിശൻ ഭവന്തം അയം അർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരം ആഗതഃ വേഗതഃ. പ്രസുപ്ത പശുപാലികാം, ഗോപസ്ത്രീകൾ ഉറങ്ങിക്കിടക്കുന്നു. നിഭൃതം ആരുതത് ബാലികാം, ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്നുണ്ട്. അഭാവൃതകവാടികാം, വാതിലുകളൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. പശുപവാടികാം, നന്ദഗോപഗൃഹത്തിലേക്ക് ആവിശൻ പ്രവേശിച്ചിട്ട് അയം ആ വസുദേവർ ഭവന്തം അങ്ങയെ പ്രസവ തൽപകെ, പ്രസവമെത്തയിൽ അർപ്പയൻ കിടത്തിയിട്ട് തത് പദാത് ആ സ്ഥലത്ത് നിന്ന് കപടകന്യകാം മായാബാലികയെ
വഹൻ എടുത്തിട്ട് വേഗത്തിൽ സ്വപുരം ആഗതഃ സ്വന്തം പുരത്തിലെ മധുരാപുരിയിൽ ആഗതഃ മടങ്ങിയെത്തി. അപ്പോൾ വസുദേവർ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തുന്നതിൻ്റെ കുറച്ച് മുൻപാണ് യശോദ പ്രസവിക്കുന്നത്. അപ്പോൾ അർദ്ധരാത്രിയിലായിരുന്നു പ്രസവം. വസുദേവർ അവിടെ എത്തിയ സമയത്ത് ഒരു സുഖപ്രസവം നടന്നതിൻ്റെ ആശ്വാസത്തിൽ അവിടെ എല്ലാവരും നല്ല ഉറക്കാണ്, ഗാഠമായ നിദ്രയിലാണ്. അപ്പോൾ ആ പ്രസവിച്ച കുട്ടി ആണാണോ പെണ്ണാണോ എന്നുപോലും ആരും നോക്കിയില്ല എന്നാണ് പറയണത്. വാതിലുകളൊന്നും അടച്ചിട്ടില്ല, എല്ലാം തുറന്നു കിടക്കുകയാണ്. വസുദേവർക്ക് ആ കുട്ടി എവിടെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നും വിധത്തിൽ ഒരു പതുക്കെ ഒരു കുട്ടിയുടെ കരച്ചിൽ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ വസുദേവന് മനസ്സിലായി എവിടെയാണ് ആ പെൺകുട്ടി കിടക്കുന്നതെന്ന്. അപ്പോൾ ശബ്ദമുണ്ടാക്കാതെ കയ്യിലുള്ള കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി. ഇനി മൂന്നാമത്തെ ശ്ലോകം. തതസ്ത്വദനുജാരവക്ഷഭിതനിദ്രവേഗദ്രവദ്ഭടോത്കര നിവേദിത പ്രസവവാർത്തയേ വാർത്തിമാൻ വിമുക്തചിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാടതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. പദമുറിച്ച് പറയാം. തതഃ ത്വത് അനുജ ആരവ ക്ഷപിത നിദ്ര വേഗ ദ്രവത് ഭട ഉത്കര നിവേദിത പ്രസവവാർത്തയാ ഇവ ആർത്തിമാൻ വിമുക്ത ചിഗുര ഉത്കരഃ ത്വരിതം ആപതൻ ഭോജരാട് അദുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാ കരേ കന്യകാം. തതഃ അതിനുശേഷം ത്വത് അനുജ ആരവ ക്ഷപിത നിദ്ര വേഗ ദ്രവത് ഭട ഉത്കര നിവേദിത. അങ്ങയുടെ അനുജത്തിയുടെ കരച്ചിൽ കേട്ട് ഉറക്കമുണർന്ന ഭൃത്യന്മാരെ ചെന്നറിയിച്ച പ്രസവ വാർത്തയ ഏവ. പ്രസവ വർത്തമാനം കേട്ടപ്പോൾ തന്നെ ആർത്തിമാൻ പരിഭ്രമിച്ചിട്ട് വിമുക്ത ചികര ഉത്കര അഴിഞ്ഞ തലമുടി കെട്ടാതെ ത്വരിതം ആപതൻ പെട്ടെന്ന് പുറത്തു വന്ന ഭോജരാട് കംസൻ അദുഷ്ടഹൈവ സന്തോഷമില്ലാത്തതുപോലെ ഭഗിനിക കരേ സഹോദരിയുടെ കയ്യിൽ കന്യകാൻ ദൃഷ്ടവാൻ പെൺകുട്ടിയെ കണ്ടു. വസുദേവർ ആ പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കൊണ്ട് കിടത്തിയപ്പോൾ കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങിയെന്നാണ്. അത് കേട്ടിട്ട് കംസൻ്റെ ഭൃത്യന്മാരെല്ലാം ഞെട്ടി ഉണർന്നു. ഓടിച്ചെന്ന് ദേവകി പ്രസവിച്ച വിവരം കംസനെ അറിയിക്കുകയാണ്. അത് കേട്ടപ്പോൾ പരിഭ്രമായി. അഴിഞ്ഞ തലമുടി കെട്ടിവെക്കാൻ പോലും നിൽക്കാതെ കംസൻ പാഞ്ഞു വന്ന് നോക്കിയപ്പോൾ ഒരു പെൺകുഞ്ഞിനെയാണ് കാണുന്നത്. കംസൻ ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല. 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നല്ലേ അശരീരിയിൽ പറഞ്ഞത്. അശരീരി അനുസരിച്ച് ഇതൊരു ആൺകുട്ടിയാവേണ്ടതാണ്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ ആ പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ കംസന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല എന്നാണ്. ഇനി 4ാമത്തെ ശ്ലോകം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദ സാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ അയം ത്വദനുജാമജാമുബലപട്ടകേ പിഷ്ടവാൻ. പദമുറിച്ച് പറയാം. ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത് അസൗ ഇതി കിശോരികാം ഭഗിനിക കരാലിംഗിതാം ദിവഃ നളിനിക അന്തരാത് ഇവ മൃണാളികാം ആക്ഷിപൻ അയം ത്വത് അനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ. അസൗ കപടശാലിനഃ മധുഹസ്യ മായ ഭവേത്. മധുഹരസ്യ മായ ഭവേത്.
ഇത് കപട സ്വഭാവമുള്ള വിഷ്ണുവിൻ്റെ മായാപ്രയോഗമായിരിക്കണം. ധ്രുവം തീർച്ച. ഇതി അയം എന്നിങ്ങനെ ഇവൻ ഈ കംസൻ ഭഗിനിക കരാലിംഗിതാം കിശോരികാം. ഭഗിനിക എന്ന് പറയുമ്പോൾ സഹോദരിയുടെ കര ആലിംഗിതാം കൈകളിൽ അടക്കി പിടിച്ചിരിക്കുന്ന കിശോരികാം പെൺകുട്ടിയെ ദിപം എന്ന് പറയുമ്പോൾ ആന. ഒരു ആന നളിനിക അന്തരാത് താമരപ്പൊയ്കയിൽ നിന്ന് മൃണാളികാം ഇവ ഇളം താമരവളയത്തെ എന്ന പോലെ. ഒരു ആന താമരപ്പൊയ്കയിൽ നിന്ന് ഒരു ഇളം താമരവളയത്തെ എന്ന പോലെ ആക്ഷിപൻ പിടിച്ചു പറിച്ചിട്ട് അജാം ത്വത് അനുജാം ജനന മരണങ്ങളില്ലാത്ത അങ്ങയുടെ അനുജത്തിയെ ഉപല പട്ടകെ പാറപ്പുറത്ത് പിഷ്ടവാൻ ആഞ്ഞടിച്ചു. അപ്പോൾ കംസൻ ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഇത് തീർച്ചയായിട്ടും കപട സ്വഭാവമുള്ള വിഷ്ണുവിൻ്റെ മായാപ്രയോഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ട് സഹോദരി സ്വന്തം കൈകളിൽ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുഞ്ഞിനെ നളിനിക അന്തരാത് താമരപ്പൊയ്കയുടെ ഉള്ളിൽ നിന്ന് ഒരു താമരമൊട്ടിനെ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ ആ പെൺകുഞ്ഞിനെ പിടിച്ചെടുത്തിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ പിടിച്ചെടുത്തിട്ട് കംസൻ പാറപ്പുറത്ത് ആഞ്ഞടിക്കാൻ പുറപ്പെടാണ്. ഇവിടെ മത്സ്യം, കൂർമ്മം തുടങ്ങി പല വേഷത്തിലും പ്രത്യക്ഷപ്പെടാറുള്ള വിഷ്ണു തന്നെയാവും ഈ പെൺകുട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് കംസൻ ഊഹിക്കുകയാണ്. ദേവകി പറഞ്ഞു, ഇതിനു മുമ്പുണ്ടായ 6 കുട്ടികളെയും ജ്യേഷ്ഠൻ വധിച്ചു. ഇതൊരു പെൺകുട്ടിയല്ലേ, ഈ കുട്ടിയെയെങ്കിലും വധിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദേവകി ആ കൈകളിൽ 2 കൈ കൊണ്ടും ആ കുട്ടിയെ ഇങ്ങനെ അടക്കി പിടിച്ചൊക്കെയാണ്. അപ്പോൾ ആ കുട്ടിയെ കംസൻ ബലമായിട്ട് പിടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ ആ അമ്മയുടെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പാറയിൽ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് 5ാമത്തെ ശ്ലോകം. തതോ ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമധിരൂഢരൂപാന്തര അധസ്ഥലമജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോഗത കില വിഹായ സാ ദിദ്യുദേ. പദമുറിച്ച് പറയാം. തതഃ ഭവതു ഉപാസകഃ ഝടിതി മൃത്യുപാശാത് ഇവ പ്രമുച്യ തരസാ ഏവ സാ സമധിരൂഢ രൂപാന്തര അധസ്ഥലം അജഗ്മുഷി വികസത് അഷ്ടബാഹുഃ സ്ഫുരൻ മഹായുധമഹോ ഗദാ കില വിഹായ സാ ദിദ്യുദേ. തതഃ ഭവതുപാസകഃ അപ്പോൾ ഗുരുവായൂരപ്പ അങ്ങയെ ഉപാസിക്കുന്ന ഭക്തൻ ഝടിതി പെട്ടെന്ന് മൃത്യുപാശാത് ഇവ അന്തകന്റെ പാശത്തിൽ നിന്നെന്ന പോലെ സാ ആ പെൺകുട്ടി പ്രമുച്യ മോചിക്കപ്പെട്ടിട്ട് കംസന്റെ കയ്യിൽ നിന്ന് മുക്തയായിട്ട് തരസ ഏവ പെട്ടെന്ന് തന്നെ സമതിരൂഢ രൂപാന്തര വേറൊരു രൂപത്തെ പ്രാപിച്ചിട്ട് കാത്യായനി സ്വരൂപത്തെ സ്വീകരിച്ചിട്ട് അധസ്ഥലം താഴത്തേക്ക് അജഗ്മുഷി വരാതെ വികസത് അഷ്ടബാഹുസ്ഫുരൻ മഹായുധം പ്രത്യക്ഷപ്പെട്ട ചുറ്റുപാടും പൂക്കളുടെ ഇതൾ വിരിഞ്ഞു നിൽക്കുന്നതുപോലെ 8 കൈകളിൽ പ്രകാശിക്കുന്ന 8 ദിവ്യ ആയുധങ്ങൾ ധരിച്ചിട്ട് വിഹായ സാക്കില ഗദ ആകാശത്തേക്ക് ഉയർന്നിട്ട് ദിദ്യുദേ ശോഭിച്ചു. അഹോ ആശ്ചര്യം. ഇവിടെ 8 കൈകളോടുകൂടി ദേവി പ്രത്യക്ഷപ്പെടാണ്. അപ്പോൾ കംസൻ ആ പെൺകുട്ടിയെ പാറയിൽ അടിച്ച സമയത്ത് ഭവതുപാസകഃ ഝടിതി മൃത്യുപാശാത് ഇവ അവിടുത്തെ ഭക്തൻ പെട്ടെന്ന് അന്തകന്റെ പാശത്തിൽ നിന്ന് എന്നതുപോലെ എന്ന് പറയുമ്പോൾ അജാമിളൻ മരണസമയത്ത് സ്വന്തം പുത്രനെ ആണെങ്കിലും നാരായണ എന്ന് വിളിച്ചപ്പോൾ വിഷ്ണു പാർഷദന്മാർ പെട്ടെന്ന് വന്ന് രക്ഷിച്ചതുപോലെ
അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നത തടുത്തോരു നാൽവരെയും അപ്പോലെ നൗമി ഹരി നാരായണായ നമ. ഹരിനാമ കീർത്തനം. അപ്പോൾ കയറും വടിയും ഒക്കെ ആയിട്ട് ആ യമകിങ്കരന്മാർ ആദ്യം അജാമിളൻ്റെ അടുത്ത് വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴുത്തിൽ കയറിട്ട സമയത്ത് അവരുടെ പിന്നാലെ തന്നെ 4 വിഷ്ണു പാർഷദന്മാർ ചെന്നിട്ട് അത് തടയുകയാണ്. അപ്പം അങ്ങനെ ഭഗവാനെ അവിടുത്തെ ആ ഭക്തൻ പെട്ടെന്ന് അന്തകനിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതുപോലെ ഭഗവാന്റെ സഹോദരിയായ ആ കന്യകയ്ക്ക് കംസന്റെ പിടുത്തത്തിൽ നിന്ന് പെട്ടെന്ന് മോചനം ലഭിച്ചു. അപ്പോൾ പാറമേലടിക്കാനായിട്ട് ഉയർത്തിയ ഉടനെ തന്നെ വേറെ ഒരു രൂപം ധരിച്ച് ആ പെൺകുഞ്ഞ് താഴേക്ക് വരാതെ നേരെ ആകാശത്തേക്ക് ഉയർന്ന് 8 കൈകളിൽ ദിവ്യമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ആകാശത്തങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വിളങ്ങി. അപ്പോൾ അത് പറഞ്ഞിട്ട് മേൽപ്പത്തൂർ പറയാണ്, അഹോ അദ്ഭുതം. അടുത്തത് 6ാമത്തെ ശ്ലോകം. നൃശംസതര കംസത്തെ കിമു മയാ വിനിഷ്പിഷ്ടയാം ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷി മരുദ്ഗണപണായിത ഭുവി ച മന്ദിരാണ്യേയുഷി. പദം മുറിച്ച് പറയാം. നൃശംസതര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവത് അന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദ് അനുജ വിഭോ ഖലം ഉദീര്യ തം ജഗ്മുഷി മരുദ്ഗണ പണായിത ഭുവി ച മന്ദിരാണി ഏയുഷി. നൃശംസതര കംസ, മഹാദുഷ്ടനായ കംസ, തേ നിനക്ക്, മയ വിനിഷ്പിഷ്ടയാ കിമു എന്നെ കൊന്നിട്ട് എന്താണ് പ്രയോജനം, ഭവത് അന്തക നിന്റെ അന്തകൻ, ക്വചന എവിടെയോ ഒരിടത്ത്, ബഭൂവ ഭവിച്ചിട്ടുണ്ട് ജനിച്ചിട്ടുണ്ട്, തേ ഹിതം ചിന്ത്യതാം നിനക്ക് ഹിതമായിട്ടുള്ളത് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കൊള്ളുക എന്നർത്ഥം. ഇതി വിഭോ എന്നിങ്ങനെ ഗുരുവായൂരപ്പ ത്വത് അനുജ അങ്ങയുടെ അനുജത്തി തം ഖലം ആ കംസനോട് ഉദീര്യ പറഞ്ഞിട്ട് ജഗ്മുഷി പോയി മരുദ്ഗണപണായിത ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ മന്ദിരങ്ങളിൽ പല പല ക്ഷേത്രങ്ങളിലായിട്ട് ഏയുഷീച്ച കുടികൊള്ളുകയും ചെയ്തു. അപ്പോൾ പാറമേലടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ആ കുഞ്ഞിനെ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ കംസൻ്റെ കയ്യിൽ നിന്നും തെറിച്ച് താഴേക്ക് വരാതെ നേരെ ആകാശത്തേക്ക് ഉയർന്ന് 8 കൈകളിലും ദിവ്യമായ ആയുധങ്ങളൊക്കെ ധരിച്ച് ശോഭിക്കുന്ന ആ ദേവി കംസനോട് പറയാണ്, ക്രൂരന്മാരിൽ വെച്ച് ക്രൂരനായ കംസ, നൃശംസതര എന്ന് പറയുമ്പോൾ ക്രൂരന്മാരിൽ വെച്ച് ക്രൂരനായ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ പാറമേലടിക്കുക എന്ന് പറയുമ്പോൾ അതിലും വലിയ ക്രൂരത എന്താ ഉള്ളത്. അപ്പോൾ ഇവിടെ ദേവി പറയാണ്, ക്രൂരനായ കംസ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചതയ്ക്കുന്നത്? വിനിഷ്പിഷ്ട എന്ന് പറഞ്ഞാൽ ചതയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അതെന്തിനാണ് നീ ഇങ്ങനെ ചതയ്ക്കുന്നത്? അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവുമില്ല. നിന്റെ അന്തകൻ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്. തേ ഹിതം ചിന്ത്യതാം നിനക്ക് ഹിതമായിട്ടുള്ളത് ചെയ്തു കൊള്ളുക എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും ഈ ദുഷ്ടകർമ്മങ്ങളൊക്കെ നിർത്തിയിട്ട് സത്കർമ്മങ്ങൾ ചെയ്ത് രക്ഷ നേടിക്കൊള്ളുക എന്നിങ്ങനെ കംസനോട് പറഞ്ഞിട്ട് ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ദേവി അവിടെ നിന്നും പോയി പല പല ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുകയും ചെയ്തു. ഇവിടെ കംസൻ കല്ലിന്മേലടിക്കാൻ കാലിൽ പിടിച്ചുയർത്തിയപ്പോൾ ആ പെൺകുട്ടി കല്ലിന്മേലെ വീഴുകയല്ല ചെയ്തത്, കംസൻ്റെ കയ്യിൽ നിന്ന് കുതറിച്ചാടി ആകാശത്തിൽ ചെന്ന് നിൽക്കുകയാണ്. 8 വലിയ കൈകളും അവയിൽ ആയുധങ്ങളും ധരിച്ച് ദിവ്യവിഗ്രഹം പ്രത്യക്ഷമായി കാട്ടിക്കൊടുത്ത് നിൽക്കുന്ന വിഷ്ണുമായയെ കംസൻ ആകാശത്തിൽ കാണുന്നു.
സാ തദ്ഹസ്താസമുത്പത്യ സദ്യോ ദേവി അംബരം ഗത അദൃശ്യതാനുജാ വിഷ്ണു സായുധാഷ്ടമഹാഭുജ. ഭാഗവതം. ഇനി 7ാമത്തെ ശ്ലോകം. പ്രഗേ പുനരഗാത്മജാ വചനമീരിതാ ഭൂഭുജ പ്രലംബഭഗപൂതന പ്രമുഖദാനവാ മാനിന പവന്നിധനകാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരകവിമാരക കിമിവ ദുഷ്കരം നിഷ്കൃഭൈഃ. പദമുറിച്ച് പറയാം. പ്രഗേ പുനഃ അഗാത്മജാ വചനം ഈരിത ഭൂഭുജ പ്രലംബ ഭഗ പൂതന പ്രമുഖ ദാനവ മാനിനഃ ഭവത് നിധനകാമ്യയാ ജഗതി ബഭ്രമുഹു നിർഭയാഃ കുമാരക വിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃഭൈഃ. പുനഃ പ്രഗേ, പിന്നെ പ്രഭാതത്തിൽ അഗാത്മജാവചനം, ദേവി പറഞ്ഞ വാക്ക്, ഭൂഭുജ ഇരിതാഹ, കംസൻ പറഞ്ഞറിയിച്ചപ്പോൾ, മാനിനഹ, ദുരഭിമാനികളായ, പ്രലംബ ഭഗ പൂതന പ്രമുഖ ദാനവാഹ എന്ന് പറയുമ്പോൾ പ്രലംബൻ, ഭഗൻ, പൂതന മുതലായ അസുരന്മാര് ഭവത് നിധനകാമ്യയ, അങ്ങയെ കൊല്ലാനുള്ള ആഗ്രഹം കൊണ്ട്, കുമാരക വിമാരകാഹ, കുട്ടികളെ കൊന്നുകൊണ്ട്, നിർഭയാഹ, ഭയം കൂടാതെ, ജഗതി, ലോകത്തിലെ, ബഭൂമുഹു, ചുറ്റി നടന്നു, നിഷ്കൃഭൈഹി, ദയയില്ലാത്തവർക്ക്, ദുഷ്കരം കിമിവ, ദുഷ്കരമായിട്ടുള്ളത് എന്താണുള്ളത്. അപ്പോൾ അവനവന് നല്ലത് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ദേവി പോയതിനു ശേഷം ആ പ്രഭാതത്തിൽ ആ ദേവി പറഞ്ഞ വാക്കുകൾ കംസനിൽ നിന്ന് കേട്ടറിഞ്ഞ പ്രലംബൻ, ഭഗൻ, പൂതന എന്നിവരൊക്കെ ഗുരുവായൂരപ്പ, മെൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ അവിടുത്തെ കൊല്ലാനുള്ള ആഗ്രഹം കൊണ്ട് അവരൊക്കെ അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെയെല്ലാം വധിച്ചാൽ കംസശത്രുവായ ഭഗവാനും വധിക്കപ്പെടും, ഇല്ലാതായിക്കൊള്ളും എന്ന് ചിന്തിച്ചിട്ട് കാണുന്ന കുട്ടികളെയെല്ലാം കൊന്നുകൊണ്ട് യാതൊരു ഭയവും കൂടാതെ ലോകം മുഴുവൻ ചുറ്റി നടന്നു. ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, നിഷ്കൃഭൈഹി ദുഷ്കരം കിം, ഭഗവാനെ, ദയയില്ലാത്തവർക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ട് എന്താണുള്ളത്? ഒന്നും തന്നെയില്ല. ഇനി 8ാമത്തെ ശ്ലോകം. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതിശയനേശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈസ്തനയസംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. പദമുറിച്ച് പറയാം. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതി ശയനേശയേ രുവതി കിഞ്ചിത് അഞ്ജത് പദേ വിബുദ്ധ്യ വനിതാജനൈഃ തനയസംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലം ആകുലം ഗോകുലം. മുകുന്ദ തതഃ ത്വയി, ഹേ മുക്തിപ്രദായകനായ ഭഗവാനെ, തതഃ അതിനുശേഷം, അങ്ങയാൽ, പശുപമന്ദിരെ നന്ദഗോപഗൃഹത്തിലെ, നന്ദപ്രിയ പ്രസൂതി ശയനേശയെ യശോദയുടെ പ്രസവമെത്തയിൽ കിടന്ന്, കിഞ്ചിത് അഞ്ജത് പദേ മെല്ലെ കാൽ കുടഞ്ഞ്, രുദതി കരയാൻ തുടങ്ങുകയും, വനിതാജനൈഹി ഗോപസ്ത്രീകൾ കരയാൻ തുടങ്ങിയപ്പോൾ ഗോപസ്ത്രീകൾ വിബുദ്ധ്യ ഉണർന്നിട്ട്, തനയ സംഭവേ ഘോഷിതേ ഉണ്ണിയുണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ, അഹോ ആശ്ചര്യം, കിമു വദാമി ഞാൻ എന്താണ് പറയേണ്ടത്, ഗോകുലം സകലം ഗോകുലം മുഴുവനും, മുദാ സന്തോഷം കൊണ്ട്, ആകുലം പരവശരായി. അപ്പോൾ അതിനുശേഷം ഗുരുവായൂരപ്പ, മെൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ അവിടുന്ന് ആ നന്ദഗൃഹത്തിലെ പ്രസവമെത്തയിൽ കിടന്ന് കൈകാൽ കുടഞ്ഞ് പതുക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗോപസ്ത്രീകളെല്ലാം ഉണർന്നു. പിന്നീട് നന്ദഗോപർക്ക് ഒരു ഉണ്ണി പിറന്ന കാര്യം എല്ലാവരെയും
അറിയിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ ഞാൻ എന്താണിപ്പോൾ പറയേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അറിഞ്ഞ ആ നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായി എന്നറിഞ്ഞ ആ ഗോകുലവാസികൾ എല്ലാവരും ഒരുപോലെ ആനന്ദ പരവശരായി. ഇനി 9ാമത്തെ ശ്ലോകം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികെ പ്രഥമമാപിബന്ധ്യാദൃശാം പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോജിതാ. പദമുറിച്ച് പറയാം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തം അലം അന്തികെ പ്രഥമം ആഭിബന്ധ്യ ദൃശ പുനഃ സ്തനഭരം നിജം സപതി പായയന്ത്യ മുദാ മനോഹരതനുഃ സ്പൃശ ജഗതി പുണ്യവന്തഃ ജിതാഃ. അഹോ ഖലു ആശ്ചര്യം തന്നെ, നവകളായ പുതിയ കായാമ്പൂ പോലെ ചേതോഹരം ഭവന്തം മനോഹരമായ അങ്ങയെ പ്രഥമം ആദ്യമായിട്ട് അന്തികെ അടുത്ത് ദൃശ കണ്ടിട്ട് ദൃശ കണ്ണുകൊണ്ട് അലം മതി വരുവോളം ആഭിബന്ധ്യ പാനം ചെയ്തിട്ട് പുനഃ വീണ്ടും മുദാ സന്തോഷത്തോടു കൂടിയിട്ട് നിജം സ്തനഭരം പായയന്ത്യ മുലപ്പാൽ കുടിപ്പിച്ചുകൊണ്ടും മനോഹര തനുസ്പൃശ മനോഹരമായ പൂമേനി തഴുകിക്കൊണ്ടും യശോദയാൽ ജഗതി ലോകത്തിലുള്ള പുണ്യവന്തഃ ജിതാഃ സകല പുണ്യാത്മാക്കളാലും ജിതാഃ ജയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ പുതിയ കായാമ്പൂ പോലെ തൊട്ടടുത്ത് കയ്യും കാലും കുടഞ്ഞ് ആ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങയെ കണ്ടിട്ടും മതി വരാതെ ആ യശോദ അങ്ങയുടെ പൂമേനിയെ കണ്ണുകൾ കൊണ്ട് പാനം ചെയ്തിട്ട് മുലപ്പാൽ കുടിപ്പിച്ചിട്ട് അങ്ങയെ മൃദുവായി തഴുകിക്കൊണ്ട് ആ യശോദ ലോകത്തിലെ സകല പുണ്യാത്മാക്കളെക്കാൾ പുണ്യവതിയായി. ഇനി 10ാമത്തെ ശ്ലോകം. ഭവത്കുശലകാമ്യയാ സഖലു നന്ദഗോപസ്തദാ പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തഥൈവ പശുപാലകാഃ കിമു ന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗള ത്വമിഹ പാഹി മാം ആമയാത്. പദമുറിച്ച് പറയാം. ഭവത് കുശലകാമ്യയാ സ ഖലു നന്ദഗോപഃ തദാ പ്രമോദഭരസങ്കുലഃ ദ്വിജകുലായ കിം ന ആദദാത് തഥാ ഏവ പശുപാലകാഃ കിമു ന മംഗളം തേനിരേ ജഗത് ഹൃദയമംഗള ത്വം ഇഹ പാഹി മാം ആമയാത്. സഹ നന്ദഗോപഃ ഖലു ആ നന്ദഗോപരാകട്ടെ തഥാ അപ്പോൾ പ്രമോദഭരസങ്കുലഃ പരമാനന്ദ പരവശനായിട്ട് ഭവത് കുശലകാമ്യയ അവിടുത്തെ അങ്ങയുടെ ക്ഷേമത്തെ ആഗ്രഹിച്ചുകൊണ്ട് ദ്വിജകുലായ ബ്രാഹ്മണർക്ക് ഗുരുവായൂരപ്പ കിം ന അതദാത് കൊടുക്കാത്തതായിട്ട് എന്താണുള്ളത്, പലതും ദാനം ചെയ്തു എന്നർത്ഥം. തഥാ ഏവ അതുപോലെ തന്നെ പശുപാലക ഗോപന്മാര് കിമു മംഗളം എന്തൊക്കെ സത്കർമ്മങ്ങൾ ന തേനിരെ ചെയ്തില്ല. അപ്പോൾ എന്ത് സൽക്കർമ്മമാണ് ചെയ്യാൻ ഇനി ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു എന്നർത്ഥം. ജഗത് ഹൃദയമംഗള 3 ലോകത്തിനും മംഗളത്തെ ചെയ്യുന്ന ഭഗവാനെ ത്വം ഇഹ ആമയാത് മാം പാഹി അവിടുന്ന് ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഇവിടെ ആ സമയത്ത് നന്ദഗോപര് മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ യശോദ അങ്ങനെ കുഞ്ഞിന് മുലപ്പാല് കൊടുത്തും അതുപോലെ തന്നെ മൃദുവായിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ തഴുകിക്കൊണ്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നന്ദഗോപരെ ആനന്ദപരവശനായിട്ട്
ഭഗവാനെ അവിടുത്തെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ജനിച്ച ഉടനെ കുട്ടികൾക്ക് മംഗളം വർദ്ധിപ്പിക്കുന്ന പ്രാർത്ഥനാരൂപമായ സൂക്തമന്ത്രം ബ്രാഹ്മണരെ കൊണ്ട് ചൊല്ലിച്ചു. അതുപോലെ തന്നെ പശുക്കളെയും വിശേഷ വസ്ത്രങ്ങളുമൊക്കെ ധാരാളമായിട്ട് ദാനം ചെയ്തു. പിന്നെ ജാതകർമ്മം ചെയ്യിച്ചു. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്, ഭഗവാനെ അങ്ങനെ ആ നന്ദഗോപര് ഇനി എന്താണ് ദാനം ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ അങ്ങനെ പലതും ദാനം ചെയ്തു എന്നർത്ഥം. അപ്പോൾ അതുപോലെ തന്നെ അനേകം സൽക്കർമ്മങ്ങളും ചെയ്തു. അപ്പോൾ 3 ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനെ ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 39ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. അടുത്തത് 40ാമത്തെ ദശകം പൂതനാമോക്ഷം. 1ാമത്തെ ശ്ലോകം. തദനുമന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകംസസഹായ ജനോദ്യമ. പദമുറിച്ച് പറയാം. തദനു നന്ദം അമന്ദ ശുഭ ആസ്പദം നൃപപുരീം കരദാന കൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത് പിതാ വിദിത കംസ സഹായ ജന ഉദ്യമഃ. തദനു ഭവത് പിതാ, പിന്നീട് അങ്ങയുടെ അച്ഛൻ വസുദേവര് കരദാനകൃതേ നൃപപുരീം ഗതം, കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് രാജധാനിയായ മധുരാപുരിയിൽ എത്തിയപ്പോൾ അമന്ത ശുഭാസ്പദം നന്ദം, അനേകം സദ്ഗുണങ്ങൾക്ക് ആസ്പദമായ നന്ദഗോപരെ സമവലോക്യ കണ്ടിട്ട് കംസ സഹായ ജന ഉദ്യമഃ, കംസന്റെ കൂട്ടുകാരുടെ ശിശു മാരണത്തിനുള്ള, കുട്ടികളെ വധിക്കാനുള്ള പുറപ്പാട് വിദിത മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ജഗാദ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പിന്നീട് വസുദേവരെ കംസന് കരം കൊടുക്കാനായിട്ട് മധുരാപുരിയിൽ എത്തിയ സമയത്ത് നന്ദഗോപരെ കണ്ടപ്പോൾ കംസന്റെ സഹായികളുടെ കുട്ടികളെ വധിക്കാനുള്ള പുറപ്പാടിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ, നിന്റെ അദ്ധകൻ ഞാനല്ല, വേറെ ഒരു സ്ഥലത്ത് നിന്റെ അദ്ധകൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ദേവി അവിടെ നിന്നും പോയപ്പോൾ തന്നെ കംസൻ സഹായികളെയൊക്കെ വിളിച്ച് ഇനി ഇവിടെ ഉണ്ടാവുന്ന ജനിക്കുന്ന എല്ലാ കുട്ടികളെയും വധിക്കാനുള്ള ഏർപ്പാട് അവിടെ ചെയ്യാണ്. അപ്പോൾ ആ പുറപ്പാടിനെ, കുട്ടികളെ വധിക്കാനുള്ള പുറപ്പാടിനെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് നന്ദഗോപരോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ. എന്താണ് പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകത്തിൽ. ഇനി 2ാമത്തെ ശ്ലോകം. ഐ സഖേ തവ ബാലകജന്മ മാം സുഖയദേദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത്പിതൃതാമ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. പദമുറിച്ച് പറയാം. ഐ സഖേ തവ ബാലകജന്മ മാം സുഖയതേ അദ്യ നിജ ആത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസ തം ആദരാത്. ഐ സഖേ, അല്ലയോ സുഹൃത്തെ, തവ ബാലകജന്മ നിജ ആത്മജ ജന്മവത്, അങ്ങേക്ക് ഉണ്ണിയുണ്ടായത് എനിക്ക് ഉണ്ണിയുണ്ടായതുപോലെ അദ്യ മാം സുഖയതേ, ഇന്ന് എന്നെ ആനന്ദിപ്പിക്കുന്നു. ഇതി ഭവത് പിതൃതാം, ഇങ്ങനെ അങ്ങയുടെ പിതൃത്വം വ്രജനായകെ സമധിരോപ്യ, നന്ദഗോപരിൽ ആരോപിച്ചിട്ട് ആദരാത്, ആദരവോട് കൂടിയിട്ട് തം ശശംസ, നന്ദഗോപരോട് പറഞ്ഞു. ഇവിടെ നന്ദഗോപരെ കണ്ടപ്പോൾ വസുദേവർ പറയാണ്, സുഹൃത്തെ, അങ്ങേക്ക് ഒരു പുത്രനുണ്ടായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം അങ്ങേക്ക് ഒരു പുത്രനുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുത്രനുണ്ടായതുപോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പിതൃത്വം, അച്ഛനെന്ന ആ സ്ഥാനം നന്ദഗോപരിൽ ആരോപിച്ചിട്ട് വസുദേവരെ ഇങ്ങനെ പറഞ്ഞു.
ഇനി മൂന്നാമത്തെ ശ്ലോകം. ഇഹ ച സന്ധ്യനിമിത്തശതാനി തേ കടകസേംനി തതോ ലഘുഗമ്യതാം ഇതി ച തദ്വചസാ വ്രജനായകോ ഭവദപായഭിയാദ്രുതമായയൗ. പദമുറിച്ച് പറയാം. ഇഹ ച സന്ധി അനിമിത്തശതാനി തേ കടകസേംനി തതഃ ലഘു ഗമ്യതാം ഇതി ച തത് വചസാ വ്രജനായകഃ ഭവത് അപായഭിയാ ദ്രുതം ആയയൗ. ഇഹ തേ കടകസേംനി ച, ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും എന്ന് പറയുമ്പോൾ അമ്പാടിയിലും അനിമിത്തശതാനി സന്ധി, അനേകം ദുർനിമിത്തങ്ങൾ ഉണ്ട്. തതഃ, അതുകൊണ്ട് ലഘു ഗമ്യതാം, പെട്ടെന്ന് തന്നെ പോയാലും. ഇതി തത് വചസാ ച, ഇപ്രകാരമുള്ള വസുദേവരുടെ വാക്കിനാൽ വ്രജനായകഃ നന്ദഗോപരെ ഭവത് അപായഭിയാ ദ്രുതം, അങ്ങക്ക് ഉണ്ടായേക്കാവുന്ന ആപത്തുക്കളെ ഭയന്നിട്ട് ദ്രുതം ആയയോ, പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. ഈ ശ്ലോകത്തിൽ വസുദേവരെ നന്ദഗോപരോട് പറയുകയാണ്, സുഹൃത്തെ, ഇവിടെയും അമ്പാടിയിലും ഒക്കെ തന്നെ അനിമിത്ത ശതാനി സന്ധി, ധാരാളം ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയാലും, ലഘു ഗമ്യതാം, പെട്ടെന്ന് തന്നെ തിരിച്ചു പോയാലും. അങ്ങനെ വസുദേവർ പറഞ്ഞത് കേട്ടിട്ട് നന്ദഗോപര് ഗുരുവായൂരപ്പ, മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ, അങ്ങേക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഭയന്നിട്ട് നന്ദഗോപര് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇനി നാലാമത്തെ ശ്ലോകം. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടബോധക തേ നികടം ഗദ. പദമുറിച്ച് പറയാം. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുര ആകൃതി അങ്കന തരള ഷഡ്പദ ലാളിത കുന്തള കപടബോധക തേ നികടം ഗദ. തത്ര അവസരേ ച ഖലു, ആ അവസരത്തിലെ, വ്രജപദേ അമ്പാടിയില്, മധുരാകൃതി തരള ഷഡ്പദ ലാളിത കുന്തള, മനോഹരമായ ആകൃതിയോടുകൂടിയവളും, തരള ഷഡ്പദ ഇളകുന്ന വണ്ടുകൾ, ലാളിത ഓമനിക്കുന്ന കുന്തള തലമുടിയോട് കൂടിയവളും ആയ കാചന അങ്കന ഒരു യുവതി, കപടബോധക മായാബാലരൂപം സ്വീകരിച്ചവനെ, തേ നികടം ഗത അങ്ങയുടെ സമീപത്ത് എത്തിച്ചേർന്നു. അപ്പം ഇവിടെ കംസൻ മന്ത്രിമാരോടൊന്നിച്ച് ശിശുക്കളെ വധിക്കാൻ ദുഷ്ടന്മാരായ സഹായികളെ അയച്ചിട്ടുണ്ടെന്ന് വസുദേവരെ അറിഞ്ഞതുകൊണ്ടാണ് ഗോകുലത്തിലെ അശുഭലക്ഷണങ്ങൾ ഉണ്ടെന്നും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നും വസുദേവരെ നന്ദഗോപരോട് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ സമയത്ത് അപ്പം തന്നെ ആകാശത്തിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും, അതുപോലെ തന്നെ തലമുടിയൊക്കെ ചീകി മിനുക്കി അതിന്മേൽ മുല്ലപ്പൂവൊക്കെ കെട്ടിവെച്ച് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണോ എന്ന് തോന്നും വിധത്തിൽ പൂതന എന്ന രാക്ഷസി കപടമായ ബാലവേഷത്തെ സ്വീകരിച്ച ഗുരുവായൂരപ്പ അങ്ങയുടെ സമീപത്ത് എത്തിച്ചേർന്നു. അപ്പം ഇവിടെ പൂതന ഒരു കപടവേഷം ധരിച്ച് അഭിനയിക്കാൻ വന്നതാണ്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഭഗവാനും മറ്റൊരു കപടവേഷം ധരിച്ച് അഭിനയിച്ചപ്പോൾ പൂതനയുടെ ആ അഭിനയം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇനി അഞ്ചാമത്തെ ശ്ലോകം. സപതി സാഹൃദ ബാലകചേതന നിശിചരാന്വയജാകില പൂതന പ്രജവധൂഷിഹ കേയമിദീക്ഷണം വിമൃശദീഷു ഭവന്തമുപാദതേ. പദമുറിച്ച് പറയാം. സപതി സാ ഹൃദ ബാലക ചേതന നിശിചര അന്വയജ കില പൂതന വ്രജ വധൂഷു ഇഹ കാ ഇയം ഇതി കേയമിതി ക്ഷണം വിമൃശദീഷു ഭവന്തം ഉപാദതേ.
ഹൃദബാലക ചേതന, കുട്ടികളുടെ പ്രാണനപഹരിച്ചവളും നിശിചര അന്വജയ, രാക്ഷസ വംശത്തിൽ ജനിച്ചവളുമായ സാ പൂതന, ആ പൂതന വ്രജവധൂഷു, ഗോപസ്ത്രീകള് ഇയം ഇഹ കാ, ഇവൾ ഇവിടെ ആരാണ്, ഇതി ക്ഷണം വിമൃശതീഷു എന്ന് ചിന്തിച്ചപ്പോഴേക്കും സപതി പെട്ടെന്ന് പവന്തം ഉപാദതെ കില, അങ്ങയെ കടന്നെടുത്തുവല്ലോ. അപ്പോൾ കുട്ടികളുടെ പ്രാണനപഹരിക്കുന്ന രാക്ഷസ വംശത്തിൽ ജനിച്ച ജന്മനാ ക്രൂരയായ ആ പൂതനയെ കണ്ടപ്പോൾ ഗോപസ്ത്രീകൾ ഇവൾ ഇവിടെ ആരാണ് എന്ന് ചിന്തിക്കുമ്പോഴേക്കും ക്ഷണനേരം കൊണ്ട് പൂതന ഗോപികമാരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ കടന്നെടുത്തു എന്ന് പറയുകയാണ്. ഇനി 6ാമത്തെ ശ്ലോകം. ലളിതഭാവവിലാസഹൃദാത്മഭിർയുവതിഭിः പ്രതിരോധുമഭാരിതാ സ്തനമസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനെ. പദമുറിച്ച് പറയാം. ലളിത ഭാവവിലാസ ഹൃദ ആത്മഭിഹി യുവതിഭിഹി പ്രതിരോധും അപാരിത സ്തനം അസൗ ഭവന അന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനെ. അസൗ, ഈ പൂതന ലളിത ഭാവവിലാസ, മനോഹരമായ ഭാവം കൊണ്ടും വിലാസം കൊണ്ടും ഹൃദാത്മഭിഹി യുവതിഭിഹി, വശീകരിക്കപ്പെട്ട ഹൃദയങ്ങളോടുകൂടിയ ഗോപികമാരാൽ പ്രതിരോധം അപാരിത, പ്രതിരോധിക്കാൻ സാധിക്കാത്തവളായിട്ട് ഭവന അന്ത നിഷേധുഷി, ഗൃഹത്തിനുള്ളിലിരുന്ന് കപടാത്മനെ ഭവതേ, കപടമൂർത്തിയായ അങ്ങയ്ക്ക് സ്തനം പ്രദദുഷി, മുലപ്പാൽ തന്നു. അപ്പോൾ മനോഹരമായ മന്ദഹാസത്തോടുകൂടി കടക്കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങളാൽ വ്രജവാസികളുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് ഗോകുലത്തിലേക്ക് പ്രവേശിച്ച ആ സുന്ദരിയെ ആർക്കും തടുക്കാൻ മനസ്സ് വന്നില്ല എന്നാണ്. അപ്പം അങ്ങനെ ആ പൂതനയുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിലും നോട്ടത്തിലും ഒക്കെ വശീകരിക്കപ്പെട്ടവരായ ആ ഗോകുലവാസികൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഗൃഹത്തിനുള്ളിലേക്ക് കയറിപ്പോയ പൂതന കപടമൂർത്തിയായ ഭഗവാന് മുലപ്പാൽ കൊടുത്തു എന്ന് പറയാണ്. ഇനി 7ാമത്തെ ശ്ലോകം. സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലഗലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. പദമുറിച്ച് പറയാം. സമധിരുഹ്യ തത് അംഗം അശങ്കിതഃ ത്വം അഥ ബാലകലോപന രോഷിതഃ മഹദ് ഇവ ആമ്രഫലം കുജമണ്ഡലം പ്രതി ചുചൂഷിത ദുർവിഷദൂഷിതം. അഥ ത്വം, അനന്തരം ഗുരുവായൂരപ്പ അവിടുന്ന് ബാലകലോപന രോഷിത, കുട്ടികളെ നശിപ്പിച്ചതിൽ കുപിതനായിട്ട് അശങ്കിത തദംഗം, ശങ്ക കൂടാതെ തത് അംഗം, ആ മടിയിലെ സമതിരുഹ്യ കയറിയിരുന്നിട്ട്, പൂതനയുടെ മടിയിൽ കയറിയിരുന്നിട്ട് ദുർവിഷദൂഷിതം, ഉഗ്രമായ വിഷം പുരട്ടിയ കുജമണ്ഡലം, സ്തനങ്ങൾ മഹത് ആമ്രഫലം ഇവ, വലിയ മാമ്പഴത്തെ എന്ന പോലെ പ്രതിചുചൂഷിത വലിച്ച് കുടിച്ചു. തസ്മിൻ സ്തനം ദുർജര വീര്യമുൽബണം ഘോരാംഗമാദായ ശിശോദദാവത ഗാഢം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തത് പ്രാണൈ സമം രോഷസമന്വിതോ പിബത്. ഭാഗവതം.
ശ്രീകൃഷ്ണനെ മടിയിലെടുത്ത് വെച്ച് ഘോരയായ ആ പൂതന കുട്ടികളെ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള വിഷം പുരട്ടിയിരിക്കുന്ന ആ സ്തനത്തെ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. ഭഗവാൻ രോഷത്തോടു കൂടിയിട്ട് 2 കൈകൾ കൊണ്ട് ആ സ്തനത്തെ മുറുക്കി പിടിച്ചിട്ട് വിഷത്തോടൊപ്പം അവളുടെ പ്രാണനും കൂടെ വലിച്ചു കുടിച്ചു. ഒരു വലിയ മാമ്പഴത്തെ എന്ന പോലെ വലിച്ചു കുടിച്ചു എന്ന് മേൽപ്പത്തൂര്. ഇനി 8ാമത്തെ ശ്ലോകം. അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപതദ്ഭയദായി നിജം ബഭൂ പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. പദമുറിച്ച് പറയാം. അസുഭിഹി ഏവ സമം ധയതി ത്വയി സ്തനം അസൗ സ്തനിത ഉപമ നിസ്വന നിരപതത് ഭയദായി നിജം വപുഹു പ്രതിഗത പ്രവിസാര്യ ഭുജൗ ഉഭൗ. ത്വയി അസുഭിഹി സമം ഏവ. ഭഗവാനെ അവിടുന്ന് പ്രാണങ്ങളോടുകൂടി തന്നെ, അസു എന്ന് പറയുമ്പോൾ പ്രാണൻ, പ്രാണങ്ങളോടുകൂടി തന്നെ സ്തനം ധയതി, സ്തനം വലിച്ചു കുടിക്കുമ്പോൾ, അസൗ ഇവൾ, ഈ പൂതന, സ്തനിത ഉപമ ഇടിമുഴക്കം പോലെ, നിസ്വന ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടു കൂടിയിട്ട്, ഭയദായി ഭീകരമായ, നിജം ബഭുഹു സ്വന്തം ശരീരം രാക്ഷസരൂപത്തെ, പ്രതിഗത കൈക്കൊണ്ടിട്ട്, ഉഭൗ ഭുജൗ 2 കരങ്ങളും, പ്രവിസാര്യ പരത്തിക്കൊണ്ട്, നിരപതത് ഭൂമിയിൽ പതിച്ചു, മരിച്ചു വീണു. അപ്പോൾ ഭഗവാനെ അവിടുന്ന് സ്തനം വലിച്ചു കുടിച്ച സമയത്ത് വിഷത്തോടൊപ്പം പ്രാണനും കൂടി വലിച്ചെടുത്തപ്പോൾ വേദന കൊണ്ട് ഇടിമുഴക്കം പോലെയുള്ള വലിയ ശബ്ദത്തോടെ നിലത്ത് വീണു എന്നാണ്. അപ്പോൾ ആ സമയത്ത് സുന്ദരി രൂപമൊക്കെ പോയിട്ട് അവളുടെ സ്വന്തം രൂപത്തിൽ, രാക്ഷസ രൂപത്തിൽ 2 കൈകളും പരത്തിക്കൊണ്ട് ആ പൂതന നിലംപതിച്ചു. അപ്പോൾ എന്താണ്, സഹിക്കവയ്യാത്ത വേദന വരുമ്പോൾ സ്വഭാവം എന്താണെങ്കിലും സ്വാഭാവികമായിട്ട് തന്നെ അത് ആ സ്വഭാവം പുറത്തേക്ക് വരും. സാ മുഞ്ചമുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി വിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹു പ്രസിന്നഗാത്ര ക്ഷിപതീരുരോധഃ. ഭാഗവതം. പൂതനയുടെ മർമ്മസ്ഥാനങ്ങളിലൊക്കെ നല്ല വേദനയുണ്ടായപ്പോൾ ഹൃദയത്തിലെ, മാറിടത്തിലെ, കഴുത്തിൽ, ഇങ്ങനെയുള്ള മർമ്മസ്ഥാനത്തിലൊക്കെ വേദന സഹിക്കാൻ കഴിയാതെ വിടു മതി എന്ന് പറഞ്ഞ് അവൾ അലറിക്കരഞ്ഞു എന്നാണ്. അപ്പോൾ മരണവേദന കൊണ്ട് ആ രാക്ഷസി നിലവിളിച്ചപ്പോൾ ഭൂമിയും പർവ്വതങ്ങളും സൂര്യാദിഗ്രഹങ്ങളും ആകാശവുമൊക്കെ വിറച്ചുപോയി എന്നാണ്. ആ ശബ്ദം കേട്ടപ്പോൾ ഇടുത്തി വീണു എന്ന് ഭയന്നുകൊണ്ട് ജനങ്ങളൊക്കെ പേടിച്ച് വിറച്ച് നിലത്ത് വീണു എന്ന് പറയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗൃണ്ണത ഗോപിക. പദമുറിച്ച് പറയാം. ഭയദ ഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേ തത് ഉരസ്ഥലഖേലനം നനു ഭവന്തം അഗൃണ്ണത ഗോപികാഃ. വ്രജപദേ ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ. അമ്പാടി ഭയങ്കരമായ ശബ്ദത്തിൻ്റെ ശ്രവണവും ഘോരമായ ശരീരത്തിൻ്റെ ദർശനവും കൊണ്ട് മോഹിച്ച ഗോപജനങ്ങളോടു കൂടിയതായപ്പോൾ തത് ഉരസ്ഥലഖേലനം ആ മാറിടത്തിലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഭവന്തം അങ്ങയെ ഗോപികാഹ ഗോപികമാരെ നനു എന്ന് പറയുമ്പോൾ ആവൂ എന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തിൽ അഗൃണ്ണത എടുത്തു. അപ്പോൾ അമ്പാടിയിലെ ഭയങ്കരമായൊരു ശബ്ദം കേൾക്കുകയും അതോടൊപ്പം
പൂതനയുടെ ഘോരമായ ശരീരവും കണ്ടിട്ട് യശോദയും രോഹിണിയുമൊക്കെ തളർന്നിരുന്നപ്പോൾ ഗോപസ്ത്രീകൾ ആ ചത്തുകിടക്കുന്ന പൂതനയുടെ ശരീരത്തിൽ ചവിട്ടിക്കയറിയിട്ട് യാതൊരു ഭയവുമില്ലാതെ ആ പൂതനയുടെ ശരീരത്ത് കൈകാലിട്ടടിച്ച് കളിക്കുന്ന കുട്ടിയെ വലിച്ചെടുത്ത് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് യാതൊന്നും അറിയാത്തത് കൊണ്ട് നടന്ന അപകടമൊന്നും തിരിച്ചറിയാതെ കുട്ടികൾ അവരെ എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് കളിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയും ഭഗവാൻ അങ്ങനെ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെപ്പോലെ ആ പൂതനയുടെ വലിയ ശരീരത്തിൽ കളിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തന്നെ മനുഷ്യനാട്യം. ഇനി 10ാമത്തെ ശ്ലോകം. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാദനികേതനനാഥ മാം അഗതയൻ കുരു താവക സേവകം. പദമുറിച്ച് പറയാം. ഭുവനമംഗള നാമഭിഃ ഏവ തേ യുവതിഭിഃ ബഹുധാ കൃതരക്ഷണഃ ത്വം അയി വാദനികേതനനാഥ മാം അഗതയൻ കുരു താവക സേവകം. ഭുവനമംഗള വാദനികേതനാഥ, സർവലോകങ്ങൾക്കും മംഗളദായകനായ ഗുരുവായൂരപ്പ, തേ നാമഭി ഏവ, അവിടുത്തെ നാമങ്ങളെ കൊണ്ട് തന്നെ, യുവതിഭിഃ ബഹുധ, ഗോപികമാരാൽ പലവിധത്തിൽ രക്ഷയെ ചെയ്യപ്പെട്ട ത്വം, അവിടുന്ന്, മാം അഗതയൻ, എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട്, താവക സേവകാം കുരു, അങ്ങക്ക് സേവ ചെയ്യുന്നവനാക്കി തീർക്കൂ. അങ്ങയുടെ തൃപ്പാദ ദാസനാക്കിയാലും, അങ്ങക്ക് സേവ ചെയ്യുന്നവനാക്കി തീർത്തിട്ട് അങ്ങയുടെ തൃപ്പാദ ദാസനാക്കിയാലും. ഇവിടെ യുവതിഭിഃ ബഹുധാ കൃതരക്ഷണഃ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അരിഷ്ടം ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ട രക്ഷ ചെയ്യുന്നത് ലോക സ്വഭാവമാണ്. ഗോമൂത്രേണ സ്നാപയിത്വ പുനർഗോ രജസാർഭകം രക്ഷാം ചക്രുശ്ച ശകൃത ദ്വാദശാംഗേഷു നാമഭി. ഭാഗവതം. ഗോപികമാര് പൂതനയുടെ ശരീരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട്, ആ പൂതനയുടെ ശരീരത്തിൽ കിടന്ന് കൈയും കാലൊക്കെ ഇട്ട് കളിച്ചു കൊണ്ടിരുന്ന ആ ഭഗവാനെ അവിടെ നിന്ന് ആ ചാടിക്കയറിയ പൂതനയുടെ മുകളിലേക്ക് പോയിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നിട്ട് ഗോമൂത്രം കൊണ്ടും പിന്നെ പശുക്കുളമ്പിൽ നിന്ന് പുറപ്പെടുന്ന പൊടി കൊണ്ടും സ്നാനം ചെയ്യിച്ചിട്ട് ചാണകം കൊണ്ട് 12 സ്ഥാനങ്ങളിൽ നാമങ്ങളെ കൊണ്ട് രക്ഷയെ ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ്, ഗുരുവായൂരപ്പ, ഇങ്ങനെ പലതരത്തിലും രക്ഷയെ ചെയ്യപ്പെട്ട അവിടുന്ന് എൻ്റെ ഈ വേദനയൊക്കെ മാറ്റി തന്ന് എനിക്കും അങ്ങയുടെ തൃപ്പാദങ്ങളെ നിരന്തരം സേവിക്കാനുള്ള ശക്തി തരണേ, എൻ്റെ ഈ രോഗങ്ങളെ നിശേഷം മാറ്റിത്തരണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടുകൂടിയിട്ട് 40ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.